ആ സുഹൃത്തുക്കളെ, വ്യാഴം മാറ്റം, വ്യാഴം വക്രത്തിലേക്ക് പോകുന്നു. അപ്പം ഏതൊക്കെ രാശിക്കാർക്കാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു നല്ല ഗ്രഹമാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ സാത്വികനാണ്, സമ്പത്തിൻ്റെ ഗ്രഹമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരുന്നത്, ബാങ്കിങ്, ഫൈനാൻസ്, അല്ലെന്നൊരു ഗുരുക്കന്മാർ, അങ്ങനെയുള്ള അതായത് നമ്മുടെ ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുണ്ടാകുന്നത്, ഇതെല്ലാം വ്യാഴമാണ് തരുന്നത്. അതായത് സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ പണ്ട് ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുക മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ അപ്പം അത് വ്യാഴമാണ് ഇങ്ങനെ പറഞ്ഞ ഉൽപ്പത്തിയുടെ ഗ്രഹങ്ങളും മാത്രമല്ല വലിപ്പത്തിൽ ഏറ്റവും വലുതും എല്ലാ ഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഈ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയുന്ന മാതിരി വ്യാഴത്തിൻ്റെ ഒരു വർഷത്തെ ഒരു രാശിയിൽ 12 രാശികളാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു രാശിയിൽ ഒരു വർഷമാണ് വ്യാഴം കറങ്ങുന്നത്. അപ്പം ആ വ്യാഴം ആ കറങ്ങുന്ന ഇടയ്ക്ക് പറഞ്ഞ മാതിരി റിട്രോഗ്രേഷൻ എന്ന് പറയുന്നത് വക്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചിന് ചെറുതായിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാതിരി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ വക്രം മാറുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ആ വക്രം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇടാം. അപ്പം ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ സമ്പത്തിനെയും ഐശ്വര്യത്തെയും അങ്ങനെ എല്ലാത്തിനെയും കൊണ്ടുത്തരുന്ന. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ലതായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ ഉണ്ടായിരുന്ന സാഹചര്യം ഇച്ചിരി മോശമായിട്ടിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള വ്യാഴം ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുത്തരുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് വ്യാഴം ഒക്ടോബർ 18 മാറി ഡിസംബർ 5 വരെ ആയിരുന്നു. അപ്പോൾ എന്നാൽ ഇപ്പോഴേ ഈ ഡിസംബർ 5 പറയുന്ന ഇന്ന് വ്യാഴം മാറിയിട്ട് അത് മാർച്ച് 11 പിന്നെയും മാറേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വക്രത്തിൻ്റെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമുക്ക് ഇതിൽ നിന്ന് ഇപ്പം നല്ല ചില ആൾക്കാർക്ക് അപ്പോൾ മോശമായിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഇച്ചിരി മോശമായിട്ടിരുന്ന ആൾക്കാർ അവർക്കെല്ലാം നല്ലതാകും. ഇച്ചിരി നല്ലതായിട്ടിരുന്ന ആൾക്കാർക്ക് ഇച്ചിരി മോശമാകും. എന്തായാലും നമ്മൾ ഈ 12 രാശിക്കാരെ പറ്റിയും ഇവിടെ പ്രതിപാദിക്കും. അപ്പം നമുക്ക് ഓരോരോ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു 6 രാശിക്കാർക്ക് വളരെ നല്ല ടൈമാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് 6 രാശിക്കാരുടെ. ബാക്കിയുള്ള 12 ബാക്കിയുള്ള രാശിക്കാരെ പറ്റിയും അത് അടുത്ത കണ്ടിന്യൂഷന് ഉള്ളതാണ്. വ്യാഴത്തിൻ്റെ വരവെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജാവ് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രി വരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് വ്യാഴം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐശ്വര്യമാണ് വരുന്നത്. ഇപ്പം നമ്മുടെ ദശയൊക്കെ ചില ആൾക്കാരുടെ മോശമായിരിക്കും, ശനി ദശ, അങ്ങനെ അല്ലെന്നൊരു ചിലപ്പം കേതു ദശ അല്ല രാഹു ദശ, അങ്ങനെയൊക്കെ ഉള്ള ചില ആൾക്കാർക്കാന്ന് ഇച്ചിരി ചിലപ്പോൾ മോശമായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു അതിഥിയാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ചില ആൾക്കാർക്ക് വ്യാഴദശയിൽ അങ്ങനെയുള്ള നല്ല ദശ നടക്കുന്നിടത്ത് ഒരു സമയത്താണെന്നൊരു വ്യാഴം കൂടെ കയറി വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ 10 times കൂടുതൽ ബെനിഫിറ്റ് വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഈ നമ്മുടെ ഈ ട്രാൻസിഷനും അതായത് ഗോചാരം എന്ന് പറയും. ഈ ഗോചാരത്തിൽ കൂടെ വ്യാഴം പാസ് ചെയ്ത് നമ്മുടെ രാശിയിൽ കൂടെ പോവുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പറയുന്ന രാശി വെച്ചിട്ടുള്ള ഫലമാണ്. ഇത് ലഗ്നം വെച്ചിട്ടുള്ള ഫലമാണെന്നൊരിൽ ഒരുപാട് പ്രയോജനമുണ്ട്. 100% നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക. രാശി വെച്ചിട്ടുള്ളതാകുമ്പോൾ നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പറയുമായിരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊരു എല്ലാവരെയും ബർത്തിയായിട്ട് എപ്പോഴും ഒരു പ്രാവശ്യം അനലൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ നമ്മുടെയൊക്കെ ഞാനിപ്പോൾ ബൃഹനാടി നക്ഷത്രനാടിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഓരോ ആൾക്കാരുടെ ഓരോ ദശ ഈ കാര്യങ്ങളെല്ലാം വരച്ച് ഏതൊക്കെ നല്ല പ്ലാനറ്റുണ്ട്, നമുക്ക് ഏതൊക്കെ അഴുക്ക് പ്ലാനറ്റ്, അതായത് ഗ്രഹങ്ങൾ, ഏതൊക്കെ നല്ല ഗ്രഹങ്ങൾ, അഴുക്ക് ഗ്രഹങ്ങൾ നമുക്ക് നിൽക്കുന്നത് എടുക്കുന്നതെല്ലാം വരച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ റെമഡി ഉൾപ്പെടെ നമ്മൾ കൊടുക്കും. മീൻസ് നിങ്ങൾക്ക് ഇന്ന ഗ്രഹം മോശമായതുകൊണ്ട് ഇന്ന റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ വാസ്തുവിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില മോശമായിട്ടുള്ള സമയമാണ് എന്നൊരു ദശക്കകത്തൊക്കെ മോശം സമയം നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമുക്ക് ദശ മാറുന്ന സമയത്താണ് നമ്മുടെ വാസ്തു പിടിച്ചിട്ട് മോശമാണെന്ന് ഒരു കംപ്ലീറ്റ് അടിച്ച് വളർത്തി നമുക്ക് മീൻസ് തരിശാക്കി കളയുന്ന മാതിരിയുള്ള ഒരു പ്രശ്നമുണ്ടാകും. പ്രത്യേകിച്ച് രാഹുദശയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ഈ പറഞ്ഞ ചില ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരിക, പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ 100% രാഹു ദശയൊക്കെ ആണെന്നവർ അവരുടെ ജീവിതം കട്ടപ്പൊക്കെയായിപ്പോകും. അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ അതേപ്പറ്റി മനസ്സിലാവില്ല. അപ്പോൾ ഓരോ കാര്യം എന്ന് പറഞ്ഞാൽ അത് രാഹുവിനെ അഫക്റ്റ് ചെയ്യും ഈ ഒരു ഡയറക്ഷനിൽ ടോയ്ലറ്റ് പോലും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴേലും ഇത് അസ്ട്രോളജിയാണ് പറയുന്നതിലും വാസ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എല്ലാം നോക്കി നമ്മൾ വേണം. ഈ പ്രകൃതിയിൽ ഒരുപാട് എനർജി ഉണ്ട്. എന്തായാലും നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ രാശിക്കാരെ നമുക്ക് ഇനിയൊന്ന് നോക്കാം, ആർക്കൊക്കെയാണ് നല്ല കാലമെന്നൊന്ന് നോക്കാം. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയുടെ രാശ്യാധിപൻ എന്ന ചൊവ്വയാണ്. അപ്പോൾ വിശാഖത്തിൻ്റെ കാല്, പിന്നെ അനിഴം, തൃക്കേട്ട, ഇത്രയുമാണ് ഈ വൃശ്ചികം രാശിയിലുള്ള നക്ഷത്രങ്ങൾ. അപ്പോൾ വൃശ്ചികം രാശിയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്, രാഹുകർമ്മയാണ്. അതുപോലെ അനിഴമാണെന്നൊരു അനിഴത്തെ ഭരിക്കുന്ന ശനിയാണ്, സൂര്യകർമ്മയാണ്. തൃക്കേട്ടാണെന്നൊരു ബുധനാണ് ഭരിക്കുന്നത്, ചന്ദ്രകർമ്മയാണ്. അപ്പോൾ ഈ ഓരോ കർമ്മയുടെ അനുസരിച്ചുള്ള ഇവരുടെ പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് 2, 4, 8, 12 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഈ ഒരു നല്ല പൊസിഷൻ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫൈനാൻസ്, വെൽത്ത്, ജീവിത സാഹചര്യങ്ങളൊക്കെ ഉയർന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ ഏണിങ്സ് പറഞ്ഞത്, ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു പൈസ ഇട്ടിട്ട് അതിൽ നിന്നുള്ള ഒരു ഇപ്പം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ല ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വലിയ അതിൽ നിന്നുള്ള ഒരു റിട്ടേൺസ് കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, നല്ലതായിട്ടുള്ള ലക്ഷറിയസ് ലൈഫ് ചുറ്റുപാടുകൾ മെച്ചപ്പെടാൻ എടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അവർ അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആരോഗ്യമായിട്ട് മെച്ചപ്പെട്ട ആരോഗ്യങ്ങൾ, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറാനുള്ള കാര്യങ്ങൾ. അതുപോലെ വണ്ടി വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വണ്ടിയൊക്കെ വാങ്ങിക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വീട് മോടി പിടിപ്പിക്കുക, അങ്ങനെയൊക്കെ അതും അങ്ങനെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ ക്ഷീര കർഷകർക്ക് നല്ല സമയമാണ്. കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകാനുള്ള സമയമാണ്. അതേപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബ്രോക്കറേജ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിൽ നിന്നുള്ള ഒരു വരുമാനം കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷന് വീട്ടിൽ നല്ല ഐശ്വര്യവും സംതൃപ്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക് നിലവിലുള്ള. അതുപോലെ ഇവർക്ക് എന്താ പറയുന്നത്, നമ്മുടെ അസുഖം മലയാക്കായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരുന്നതായിട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാൻ, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ലോട്ടറി വരെയുള്ള കാര്യങ്ങൾ അടിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാകാൻ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനുള്ളത്. അതുപോലെ യാത്രാ ദുരിതം അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനുള്ളത്. അതുപോലെ അങ്ങനെയൊക്കെയുള്ള പൊതുവെ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇവർക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വെളിയിലൊക്കെ ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സിറ്റുവേഷൻ ഉണ്ടാകുക, അവർക്ക് നല്ലതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകുക, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക്. പിന്നെ ചില ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഒരു ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്ന് എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. ഹോസ്പിറ്റലിലൊക്കെ കിടന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായി. അതിൽ നിന്ന് അസുഖത്തിനൊക്കെ ഒരു പരിധിവരെ കുറവ് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചിലപ്പം ഡിസ്ചാർജ് ചെയ്യാനെടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളുടെ നിലവിലുണ്ട് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള വരുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു രാശിക്കാർ. അപ്പോൾ ഈ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ സ്വർണ്ണമാല ഇട്ട് നല്ല സ്വർണ്ണ ചെയിനൊക്കെ ഇട്ട് നടക്കുന്നത് നല്ലതാണ്. അതുപോലെ മഞ്ഞച്ചരട് കെട്ടുന്നത് നല്ലതാണ്. നമ്മളതേപോലെ കുളിക്കുന്ന സമയത്ത് ഒരു പിഞ്ചോ മഞ്ഞൾ, ചക്കര മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ കൂടെ ആണല്ലോ, ഇച്ചിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് സ്കിൻ ഡിസീസ് അങ്ങനെയൊക്കെ അസുഖങ്ങളും വരായിരിക്കും. വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഘടകമാണ്. അതുപോലെ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനായിട്ട് നമ്മൾ പാലിനകത്ത് സാഫ്രോൺ ഉണ്ട്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമം, ആ കുങ്കുമം തൊടുന്ന കുങ്കുമമല്ല, സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന അതൊരു ശകലം പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും കൂടെ ഒരേ സമയത്ത് പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ് ഈ ഒരു പറയുന്നത്. അതുപോലെ നമ്മുടെ മൊബൈലിലൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞ കളറുള്ള മണിയുടെയൊക്കെ ആ ഉള്ള ഒരു സ്ക്രീൻ സേവറൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവെ അത് ഈ സൺഫ്ലവറിൻ്റെ ഒക്കെ പിക്ചറൊക്കെ ഇടുക എന്ന് പറഞ്ഞാലും വ്യാഴത്തെ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ കടല ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ. അല്ലെങ്കിൽ കടല മാവ് അല്ലെങ്കിൽ അതുപോലെ പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കടല ദാനം ചെയ്യുക, അല്ലെങ്കിൽ കടല ഫുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പൊതുവേ വ്യാഴത്തെ പോസിറ്റീവ്. അതുപോലെ ആൽമരത്തിന് വെള്ളം ഒഴിക്കുന്നത് ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള നല്ലതാണ്. അതുപോലെ ഗുരു സ്തോത്രം ജപിക്കുന്നത്
നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. പിന്നെ പപ്പായ ദാനം ചെയ്യുക, അതായത് നമ്മുടെ ഓമയ്ക്ക ദാനം ചെയ്യുന്ന ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള കർമ്മമാണ്. ഏറ്റവും നല്ലതാണ് പപ്പായ ദാനം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക, പപ്പായ ദാനം ചെയ്യുക. അതേമാതിരി നമുക്ക് എന്താ പറയണത്, നമുക്ക് പപ്പായ കഴിക്കുന്നത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഗുരു പോസിറ്റീവ് ആകും. അത് തന്നെയല്ല നമ്മുടെ ബ്യൂട്ടിയും കാര്യങ്ങളും പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരു നിലനിർത്തുക കൂടെ ചെയ്യുന്ന നല്ലൊരു ഫുഡുകളാണ്, നല്ല എനർജറ്റിക് ഒരു ഫുഡാണ്, വേറെ മായങ്ങളൊന്നും ചേർക്കാത്ത. അങ്ങനെ പപ്പായക്ക് അതിൻ്റെതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുമുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഗുരുവിൻ്റെ ട്രാൻസിഷൻ പീരീഡ് 1 വർഷമാണ്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അറിയാത്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തിനും പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യമുണ്ട്. അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, ബൃഹനാടി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലുള്ള കോഴ്സുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇവിടെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനോ എടുക്കാനോ ജോയിൻ ചെയ്യാം. കാരണം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ $14 ബില്യൺ ഒരു ഇൻഡസ്ട്രിയാണ് ഇതെന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. ഇതൊരു $20 ബില്യൺ 2030 മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ബാക്കിയെല്ലാ ഇൻഡസ്ട്രിയുടെയും താഴോട്ട് ഗ്രാഫ് പോകുമ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് മേലോട്ട് പോകുന്നത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബ് മാതിരി എന്തെങ്കിലും ചെയ്യാനോ എടുക്കാനോ ഇൻഡസ്ട്രിയുടെ ഇത് മാത്രമല്ല, നമുക്ക് വാസ്തുവുണ്ട്, ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, ഞങ്ങൾ പല സബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാതെ നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ആർക്കെല്ലാം ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷൻ കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.